ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ സോയ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് സോയ എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് സോയ. ഇത് വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റായി. ഇനി ഇത് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്ത് വെക്കാം. നമുക്ക് ഇതുപോലെ നന്നായി കഴുകി പിഴിഞ്ഞ് ഞാൻ ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ട്. അതിനകത്ത് ചേർക്കാൻ വേണ്ടി ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റിയിട്ട് വരാമേ. ചൂടായി കടുക് ഇട്ടു. ഇനി അതിനകത്തോട്ട് സോമ്പിടുവാണേ. ഉള്ളി അത്രയും നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിനകത്തോട്ട് മസാല ഐറ്റംസ് എല്ലാം കൂടി ഇടാം. അതിനകത്തോട്ട് മസാല ഐറ്റംസ് എല്ലാം കൂടി ഇട്ടു. ഉള്ളി, ഇഞ്ചി, ഇതിനകത്ത് ഞാൻ മസാല ഐറ്റംസ് എല്ലാം കൂടി ഇട്ടേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു. അതിനകത്ത് ഞാൻ ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തോട്ട് സോയ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ആ പച്ചച്ചുവയൊന്ന് മാറാൻ വേണ്ടി ഒന്ന് നമുക്കൊന്ന് മസാലയ്ക്കകത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ നല്ലപോലെ സോയ വഴറ്റി കഴിഞ്ഞു. ഇനി അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്യും. ഒത്തിരി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു വിസിൽ വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വിടാം. അങ്ങനെ നമ്മുടെ സോയ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഇറച്ചിക്കറിയുടെ കൂട്ടുണ്ട് സോയ കറി. ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാമേ. ഒരു വിസിൽ വരേണ്ട ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് വേകും. സൂപ്പർ, അടിപൊളി. അതിനകത്തൊരു പൊട്ടാറ്റോട് ഇടാമെങ്കിൽ ഇച്ചിരി നല്ല കൊഴുപ്പ് കിട്ടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പറാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.